ഹായ് ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സ്ഥിര നിക്ഷേപങ്ങൾ എന്താണെന്ന് വിവരിച്ചിരുന്നു. ഇനി നമുക്ക് ഇന്ത്യയിലെ മികച്ച ബാങ്കുകളിലെ നിലവിലുള്ള പലിശ നിരക്കുകളും എന്താണ് ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ അഥവാ NBFC, ഏതാണ് മികച്ചത്, കോർപ്പറേറ്റ് FD, അവ നൽകുന്ന പലിശ നിരക്കുകൾ ഇവ നോക്കാം. കൂടാതെ ആകർഷകമായ പലിശ നൽകുന്ന ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങൾ അഥവാ സ്മോൾ ഫിനാൻസ് ബാങ്ക്, അവയുടെ ഇപ്പോഴത്തെ പലിശ നിരക്കുകൾ എന്നിവ നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലെ പലിശ നിരക്കുകൾ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. മാത്രമല്ല, വീഡിയോ നീണ്ടുപോകുമെന്നതിനാൽ എല്ലാ കാലാവധിയിലെയും പലിശ നിരക്കുകൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നിലവിൽ ലഭ്യമായ മികച്ച പലിശ നിരക്കുകൾ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. സ്ഥിര നിക്ഷേപങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി അവ കാണാവുന്നതാണ്. പലിശകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള ബ്രാഞ്ചുകളിലോ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളിലോ സന്ദർശിക്കാവുന്നതാണ്. ആദ്യമായി എന്താണ് NBFCകൾ എന്ന് നോക്കാം. രാജ്യത്തെ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. ഇവയ്ക്ക് റിസർവ് ബാങ്കിന്റെ NBFC ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുണ്ട്. വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതും എന്നാൽ ബാങ്കിംഗ് ലൈസൻസ് ഇല്ലാത്തതുമായ NBFCകൾക്ക് വായ്പ, നിക്ഷേപം, ഹയർ പർച്ചേസ്, ലീസിംഗ് മുതലായ ബിസിനസ്സുകൾ ചെയ്യാം. ഇവ രണ്ട് തരമുണ്ട്. കാറ്റഗറി എയിൽ പെടുന്ന ഡിപ്പോസിറ്റ് ടേക്കിംഗ് NBFC, കാറ്റഗറി ബിയിൽ പെടുന്ന നോൺ ഡിപ്പോസിറ്റ് ടേക്കിംഗ് NBFC. കാറ്റഗറി എയിൽ പെടുന്നവയ്ക്ക് മാത്രമേ പൊതുജനങ്ങളിൽ നിന്ന് ഡിപ്പോസിറ്റ് സ്വീകരിക്കാൻ അനുവാദമുള്ളൂ. ഡിപ്പോസിറ്റ് ഒഴികെയുള്ള നിക്ഷേപങ്ങൾ, കടപ്പത്രങ്ങൾ പോലുള്ളവ സ്വീകരിക്കുന്നതിന് കാറ്റഗറി എയിലും ബിയിലും വരുന്ന NBFCകൾക്ക് വിലക്കുകളില്ല. നിക്ഷേപത്തിനായി ഇവ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. കമ്പനിയുടെ സാമ്പത്തിക ഭദ്രത സർട്ടിഫൈ ചെയ്യുന്നതിനായി അധികാരപ്പെടുത്തിയിട്ടുള്ളവയാണ് ക്രിസിൽ, കെയർ മുതലായ ഏജൻസികൾ. ഇവ കമ്പനികളുടെ ഭരണനിർവഹണത്തിലെ കാര്യക്ഷമത, സാമ്പത്തിക നിലവാരം, പണലഭ്യത ഇവ പഠിച്ചതിന് ശേഷം AAA, AA+, AA, A1+, A+ എന്നിങ്ങനെ റേറ്റ് നിശ്ചയിക്കും. കുറഞ്ഞത് A റേറ്റിംഗ് ഉള്ളവ തിരഞ്ഞെടുക്കുക. AAA കാറ്റഗറിയിൽ പെടുന്ന കമ്പനികൾ വളരെ സുരക്ഷിതമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് ചെറുകിട നിക്ഷേപ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്താണെന്നും അവ നൽകുന്ന മികച്ച പലിശ നിരക്കുകളും പരിശോധിക്കാം. ഗ്രാമപ്രദേശങ്ങളിലും ചെറുനഗരങ്ങളിലും താമസിക്കുന്നവർ ബാങ്കിൽ പണം നിക്ഷേപിക്കുവാനും ബാങ്കിംഗ് സേവനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 2014-15 കാലയളവിൽ റിസർവ് ബാങ്ക് ആവിഷ്കരിച്ച പുതിയ ബാങ്കിംഗ് മേഖലയാണിത്. ചെറുകിട കച്ചവടക്കാർ, സാധാരണക്കാർ എന്നിവർക്ക് ഈ ബാങ്കുകളിൽ സേവിംഗ് അക്കൗണ്ട്, പ്രീമിയം അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് എന്നിവ തുടങ്ങാവുന്നതാണ്. ബാങ്കിംഗ് ഇടപാടുകൾ പൂർണ്ണമായും മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നടത്താം എന്നതിനൊപ്പം ചെക്ക് ബുക്ക്, ATM കാർഡ്, ലോക്കർ എന്നീ സേവനങ്ങളും ഇവ നൽകുന്നു. സാധാരണ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലുള്ള പണത്തിന് വർഷത്തിൽ 4% പലിശ ലഭിക്കുമ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഇത് 7%. മാത്രമല്ല, ഈ പലിശ എല്ലാ മാസവും പിൻവലിക്കാവുന്നതുമാണ്. സാധാരണ പൊതുമേഖലാ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപങ്ങൾക്ക് 6.5% പലിശ. ഇവ നിശ്ചിത വർഷം ബാങ്കിൽ നിക്ഷേപിക്കണം എന്നിരിക്കെ എപ്പോൾ വേണമെങ്കിലും നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനും സാധിക്കുന്ന സേവിങ്സ് അക്കൗണ്ടിലുള്ള പണത്തിന് 7% പലിശ നൽകുന്നത് സാധാരണക്കാരെ ഇതിലേക്ക് ആകർഷിക്കുവാൻ കൂടിയാണ്. എന്നിരുന്നാലും നഗരത്തിൽ വസിക്കുന്നവർക്കും ഇതിൽ പണം നിക്ഷേപിക്കുവാനും സ്ഥിര നിക്ഷേപങ്ങൾക്ക് 8%-ഓ അതിലധികമോ പലിശ നേടുവാനും കഴിയുന്നു. സാധാരണക്കാരെ ഉദ്ദേശിച്ച് റിസർവ് ബാങ്ക് ഇത്തരം ബാങ്കുകൾക്ക് മൊബൈൽ ബാങ്കിംഗ്, ഇന്റർനെറ്റ് ബാങ്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഇത്തരം ബാങ്കുകളുടെ ബാങ്കിംഗ് ആപ്പ് വഴി പണം അയക്കുവാനും സ്വീകരിക്കുവാനും ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്തുവാനും കേവലം 1-2 ക്ലിക്കുകൾ മതി. ഇന്ത്യയിൽ നിരവധി ബാങ്കുകളുണ്ട്. ഇതിൽ ഇസാഫ് ബാങ്ക് മാത്രമാണ് കേരളത്തിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത്. നിക്ഷേപത്തിനായി NBFCകൾ തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ തന്നെയാണ് ചെറുകിട നിക്ഷേപ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുമ്പോഴും തുടരേണ്ടത്. ചുരുങ്ങിയത് A റേറ്റിംഗ് ഉള്ളവ പരിഗണിക്കുക. പലിശ കൂടുതൽ ലഭിക്കുന്നുണ്ട് എന്ന് കരുതി ഒരിക്കലും മുഴുവൻ നിക്ഷേപവും ഒരേ ബാങ്കിലോ ഒരേ സെക്ടറിൽ പെടുന്ന കമ്പനികളിലോ നിക്ഷേപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിക്ഷേപകർ അവരവർക്ക് ഉചിതമായവ തങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ അല്ലെങ്കിൽ സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷമോ തിരഞ്ഞെടുത്ത് തങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചുകളിലോ അല്ലെങ്കിൽ അതത് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി KYC നിബന്ധനകൾ പാലിച്ചതിന് ശേഷം നിക്ഷേപം നടത്താവുന്നതാണ്.
നിക്ഷേപങ്ങൾ എപ്പോഴും വൈവിധ്യവൽക്കരിക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിനായി, നിക്ഷേപത്തിനായി കരുതിവെച്ച തുകയുടെ 60% മികച്ച ബാങ്കുകളിലും ബാക്കിയുള്ള 40-ൽ 25% NBFCകളിലും മിച്ചം വരുന്ന 15% ചെറുകിട നിക്ഷേപ സ്ഥാപനങ്ങളിലും നിക്ഷേപിക്കാവുന്നതാണ്. ഒരേ ബാങ്കിലോ സ്ഥാപനത്തിലോ നിക്ഷേപിക്കാതെ ഒരു പ്രൊഫഷണൽ ഫിനാൻസറുടെ സഹായത്തോടെ വിവിധ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് റിസ്ക് കുറയ്ക്കുന്നു.